ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജലഗതാഗതമാണ്. കൂടാതെ ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളും. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എന്നാൽ ചെറിയൊരു ടോപ്പിക്കാണ്. ക്ലാസ് മുഴുവനായി കാണുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ക്ലാസ് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇന്ത്യയിൽ നിലവിലുള്ള ഗതാഗത മാർഗങ്ങളാണ് റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഇതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലഗതാഗതമാണ്. ഇത് മുൻവർഷ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത്, ജലഗതാഗതം രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണവ? ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും. ഉൾനാടൻ ജലഗതാഗതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജലാശയങ്ങളാണ് നദികൾ, കായലുകൾ, കനാലുകൾ. സമുദ്ര ജലഗതാഗതത്തിന് സമുദ്രം, കടൽ എന്നിവ. അടുത്തത്, ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യയിലെ പ്രധാന ജലാശയങ്ങൾ: ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ, കൂടാതെ കേരളത്തിലെ കായലുകളും. അടുത്തത്, ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986 ഒക്ടോബർ 27. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986 ഒക്ടോബർ 27. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകൾ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. എത്ര ജലപാതകൾ? 5 ജലപാതകൾ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ദേശീയ ജലഗതാഗത നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. എന്നാണ് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. 2016 ദേശീയ ജലഗതാഗത നിയമം വന്നതിനു ശേഷം നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം 5 ജലപാതകൾ ദേശീയപാതകളായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 2016 ദേശീയ ജലഗതാഗത നിയമം വന്നതിന് ശേഷം 106 ജലപാതകളെ ദേശീയ ജലപാതകളാക്കി പ്രഖ്യാപിച്ചു. അപ്പോൾ നിലവിൽ 111 ദേശീയ ജലപാതകൾ ഇന്ത്യയിൽ ഉണ്ട്. അടുത്തത്, ഈ നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം 4. 1986 ഒക്ടോബർ 27 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം കേരളത്തിലുള്ള ജലപാതകളുടെ എണ്ണം 1. നാഷണൽ വാട്ടർവേ 3 ആണ് ആ ദേശീയ ജലപാത. എന്നാൽ 2016 ദേശീയ ജലഗതാഗത നിയമം വന്നതിന് ശേഷം കേരളത്തിലുള്ള ദേശീയ ജലപാതകളുടെ എണ്ണം 4. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ പഠിക്കാം. എല്ലാം പഠിക്കുന്നില്ല, 111 ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ പഠിക്കുന്നു. ജലപാത ബന്ധിപ്പിക്കുന്ന സ്ഥലം, അത് കടന്നുപോകുന്ന നദി അല്ലെങ്കിൽ കനാൽ, കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ, കൂടാതെ ആകെ നീളവും. എല്ലാത്തിൻ്റെയും ആകെ നീളം പഠിക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാട്ടോ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ വാട്ടർവേ 1. അത് നാഷണൽ വാട്ടർവേ 1. ബന്ധിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ വരെ. ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ വരെ. കടന്നുപോകുന്ന നദി ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ വാട്ടർവേ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ വർഷങ്ങളിൽ PSC പലതവണ ആവർത്തിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ വാട്ടർവേ കടന്നു പോകുന്ന നദി ഏതാണ്? ഉത്തരം ഗംഗ അല്ലെങ്കിൽ ഭഗീരഥി, ഹൂഗ്ലി. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ആകെ നീളം 1620 കിലോമീറ്റർ. എത്രയാണ്? 1620 കിലോമീറ്റർ. അടുത്തത് നാഷണൽ വാട്ടർവേ 2. ബന്ധിപ്പിക്കുന്ന സ്ഥലം സാദിയ മുതൽ ധുബ്രി വരെ.
കടന്നുപോകുന്ന നദി ബ്രഹ്മപുത്ര. കടന്നുപോകുന്ന സംസ്ഥാനം അസം. ആകെ നീളം 891 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 3 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ദേശീയ ജലപാതയാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ആദ്യം ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു. 2016 ദേശീയ നിയമം വന്നതിന് ശേഷമാണത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാക്കിയത്. കടന്നുപോകുന്ന നദി അല്ലെങ്കിൽ കനാൽ എന്ന് പറയുന്നത് ചാമ്പക്കര കനാൽ മുതൽ ഉദ്യോഗമണ്ഡലം കനാൽ വരെ. കൂടാതെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാതയും NW3 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ അല്ലെങ്കിൽ പശ്ചിമ തീര കനാൽ. കടന്നുപോകുന്ന സംസ്ഥാനം കേരളം. ആകെ നീളം 365 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 1ൻ്റെയും നാഷണൽ വാട്ടർവേ 3യുടെയും ആകെ നീളം ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തത് നാഷണൽ വാട്ടർവേ 4 അല്ലെങ്കിൽ NW4. ബന്ധിപ്പിക്കുന്ന സ്ഥലം കാക്കിനാട മുതൽ പുതുച്ചേരി വരെ, അതായത് ആന്ധ്രാപ്രദേശ് മുതൽ പുതുച്ചേരി വരെയാണ്. കടന്നുപോകുന്ന നദികൾ ഗോദാവരി, കൃഷ്ണ നദികൾ. കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി. ആകെ നീളം എന്ന് പറയുന്നത് 2890 കിലോമീറ്റർ ആണ്. അടുത്തത് നാഷണൽ വാട്ടർവേ 5 അല്ലെങ്കിൽ NW5. ബന്ധിപ്പിക്കുന്ന സ്ഥലം താൽച്ചർ മുതൽ ധാമ്ര വരെ. കടന്നുപോകുന്ന നദികൾ ബ്രഹ്മണി, മഹാനദി. കൂടാതെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത NW5 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 5 ആണ്. നമ്മൾ അതിനു മുമ്പ് ഒന്ന് പഠിച്ചു. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത NW5 ആണ്. NW5 കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ, പശ്ചിമ ബംഗാൾ. ആകെ നീളം 588 കിലോമീറ്റർ. അടുത്തത് നാഷണൽ വാട്ടർവേ 6 അല്ലെങ്കിൽ NW6. ബന്ധിപ്പിക്കുന്ന സ്ഥലം ലക്കിപൂർ മുതൽ ഫാങ്ക്ര വരെ. കടന്നുപോകുന്ന നദി ബറാക് നദി. കടന്നുപോകുന്ന സംസ്ഥാനം അസം. ആകെ നീളം എന്ന് പറയുന്നത് 71 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. NW1 മുതൽ NW6 വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനവും പഠിക്കാം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു 1986 നിലവിൽ വന്നു. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നോയിഡ, ഉത്തർപ്രദേശിലാണ്. അടുത്തത് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ ആസ്ഥാനം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അടുത്തത് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഖായ്ഘട്ട്, പാട്ന. അടുത്തത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരാം. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968 ആണ്. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത് 1986 ആണ്. ലാസ്റ്റ് 2 അക്കം തിരിച്ചിട്ട് നമുക്ക് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം കിട്ടും, 1968. അപ്പോൾ ഏതെങ്കിലും ഒരു ഇയർ പഠിച്ചു വെക്കുക, ബാക്കി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകര, കൊല്ലം നീണ്ടകരയിലാണ്. അത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കേരളത്തിലെ ജലപാതകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. NW3 നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ. അടുത്തത് NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്റർ. NW9 ആലപ്പുഴ മുതൽ കോട്ടയം വരെ 38 കിലോമീറ്റർ. NW59 കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. ഈ 4 എണ്ണം ബന്ധിപ്പിക്കുന്ന സ്ഥലം എന്തായാലും പഠിച്ചു വെക്കുക, പറ്റുമെങ്കിൽ അതിൻ്റെ നീളവും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NW46 കടന്നു പോകുന്ന നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു 111 ദേശീയ ജലപാതകളാണ് ഉള്ളത്. NW111 കടന്നു പോകുന്നത് സുവാരി നദിയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.